കരിമണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. കറുത്ത പരുത്തി മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ. ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. കളിമണ്ണല്ല കേട്ടോ, കരിമണ്ണാണ്. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യൻ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര. അടുത്തതാണ് ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ്. കായാന്തര ശിലകളും പരൽപ്പുര ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള റബ്ബർ, കുരുമുളക്, കശുമാവ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറത്തിലുള്ള പ്രധാന കാരണം അയൺ ഓക്സൈഡാണ്. പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. പർവത മണ്ണ്. തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഏതാണ്? പർവത മണ്ണ്.